കേരള കോൺഗ്രസുമായി ചർച്ച നടത്തിയെന്ന വാർത്തകൾ UDF നേതൃത്വം നിഷേധിച്ചിരിക്കുന്നു. കോട്ടയത്ത് നിന്ന് ടോബി ജോൺസൺ ചേരുകയാണ്. ടോബി, ഇരുകൂട്ടരും ഈ ചർച്ചകൾ അല്ലെങ്കിൽ തിരിച്ചുവരവ്, മടങ്ങിപ്പോക്ക് ഇതെല്ലാം നിഷേധിക്കുകയാണ്. പിന്നെ എവിടെ നിന്നാണ് ഇങ്ങനെ ഒരു ചർച്ച ഉയർന്നു എന്ന ആകാംക്ഷ വരുന്നു? പ്രത്യേകിച്ച് വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലടക്കം കൂടുതൽ സീറ്റുകൾ, കൂടുതൽ ഇടങ്ങളിൽ മത്സരിക്കുവാൻ അവകാശവാദം ഉന്നയിക്കുമെന്ന് കേരള കോൺഗ്രസ് നേരത്തെ പറഞ്ഞതാണ്. അവരുടെ രാഷ്ട്രീയ യോഗങ്ങളിൽ, ഉന്നത അധികാര യോഗങ്ങളിലൊക്കെ അവർ അത്തരത്തിലുള്ള ഒരു ധാരണയിലേക്ക് പോയതുമാണ്. ഒരു സമ്മർദ്ദ ശക്തിയായി മാറുവാനുള്ള ഒരു നീക്കമാണോ ഇത്? എന്തായാലും ആ ഒരു കാര്യത്തിൽ വ്യക്തത വരുത്തേണ്ടത്, അല്ലെങ്കിൽ ആ കാര്യത്തിൽ കൂടി വ്യക്തത പറയേണ്ടത് ജോസ് കെ മാണി അടക്കമുള്ളവരാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് മുമ്പ് പാർട്ടിയെ കൂടുതൽ ശക്തമാക്കാനും അതോടൊപ്പം തന്നെ കൂടുതൽ സീറ്റ് ചോദിച്ച് വാങ്ങാനും LDFിൽ കൂടുതൽ അവകാശവാദം ഉന്നയിക്കാനും കേരള കോൺഗ്രസ് തീരുമാനിച്ചിരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ നേരത്തെ തന്നെ പുറത്തു വന്നിട്ടുള്ളതുമാണ്. പക്ഷേ ഇന്ന് പുറത്തു വന്ന വാർത്തകളും അഭ്യൂഹങ്ങളും എന്ന് പറയുന്നത് UDFുമായി ചില ചർച്ചകൾ നടന്നു, സഭാ നേതൃത്വം അടക്കം ഇതിൽ ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഇന്ന് പ്രചരിച്ചത്. അതുകൊണ്ട് തന്നെ അതിനെ പൂർണ്ണമായും LDF നേതാക്കൾ, കേരള കോൺഗ്രസ് എം നേതാക്കൾ തള്ളിക്കളയുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒരു തരത്തിലും ഒരു ചർച്ചയും ഇതുവരെ നടന്നിട്ടില്ല. ചർച്ച നടന്നിട്ടുണ്ടെങ്കിൽ അതെങ്ങനെയാണ്, എവിടെ വെച്ചാണ് എന്ന് പറയേണ്ട ബാധ്യത കൂടി UDF നേതാക്കൾക്കുണ്ട് എന്നാണ് പറയുന്നത്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അടക്കം ഉള്ള കോൺഗ്രസ് നേതാക്കൾ നേരത്തെ തന്നെ അവരുടെ നിലപാട് അല്പം മയപ്പെടുത്തിയിരുന്നു. അതായത് നേരത്തെ കേരള കോൺഗ്രസ് എം UDFിലേക്ക് വരേണ്ട ആവശ്യമേ ഇല്ല എന്നുള്ളൊരു നിലപാടായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത്. എന്നാൽ നമ്മളോട് ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് തിരുവഞ്ചൂർ തന്നെ പറഞ്ഞത് സമയമാകുമ്പോൾ പ്രതികരിക്കാമെന്നുള്ള തരത്തിലേക്ക് ആ ഒരു നിലപാട് മയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള സംശയങ്ങൾ ഉയരുന്നത്. എന്തായാലും ജോസ് കെ മാണി പറഞ്ഞതുപോലെ കൂടുതൽ ശക്തമായി പാർട്ടി മാറിയ ഒരു സാഹചര്യത്തിൽ BJPയും കോൺഗ്രസും UDFും എല്ലാം തങ്ങളെ ക്ഷണിക്കാനുള്ള, അല്ലെങ്കിൽ കൂടെ കൂട്ടിയാൽ കൊള്ളാമെന്നുള്ള ഒരു ആലോചന അവർക്കുണ്ടായി കാണാം. അതിൽ നിന്നാണ് ഇത്തരത്തിലുള്ള വാർത്തകൾ പൊട്ടിപ്പുറപ്പെട്ടത് എന്നാകാം വിചാരിക്കുന്നത് എന്നാണ് കേരള കോൺഗ്രസ് നേതൃത്വം പറയുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനെ സംശയിക്കാനേ ഇപ്പോൾ വഴിയുള്ളൂ. എന്തായാലും ഈ ഒരു വിഷയത്തിൽ LDFിനൊപ്പം ഉറച്ചു നിൽക്കുന്ന, അതായത് LDFുമായുള്ളത് ദൃഢമായ ബന്ധമാണ്, ആ LDFിനൊപ്പം തന്നെ ഉറച്ചു നിൽക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നതെന്ന് കേരള കോൺഗ്രസ് നേതൃത്വം പറയുമ്പോൾ മറ്റ് നിലപാടുകൾ, മറ്റു ചർച്ചകൾ നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. അതിനപ്പുറം മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടത് അണികൾക്കിടയിലുള്ള ചില അതൃപ്തികളാണ്. LDF സർക്കാരിൻ്റെ പ്രവർത്തനത്തിൽ ചില എതിർപ്പുകൾ ചില അണികൾ താഴെത്തട്ടിൽ ചില പ്രകടിപ്പിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അതിൽ നിന്നും വന്ന വിവരങ്ങളാണോ ഈ ഇത്തരത്തിലുള്ള ഒരു കാര്യം പ്രചരിക്കുന്നതിന് കാരണമായത് എന്നുള്ള സംശയം നേതൃത്വത്തിനുണ്ട്. ആ കാര്യങ്ങളും പരിശോധിക്കുന്നു എന്നാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ ജോസഫ് വിഭാഗത്തിൻ്റെ നിലപാടുകളും സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ LDFിനൊപ്പം ഉറച്ചു നിൽക്കുന്നു. തങ്ങളെ പുറത്താക്കിയത് കോൺഗ്രസ് UDF ആണ്. അതുകൊണ്ട് തന്നെ അവരാണ് നിലപാട് തിരുത്തേണ്ടത് എന്നുള്ള ഒരു കാര്യമാണ് കേരള കോൺഗ്രസ് പറയുന്നത്. ഉടനെ അടുത്ത കാലത്തൊന്നും, സമീപ ഭാവിയിലൊന്നും തന്നെ കേരള കോൺഗ്രസ് എന്തായാലും മറിച്ചൊരു തീരുമാനം എടുക്കുമെന്ന് നമുക്കിപ്പോൾ പറയാൻ സാധിക്കില്ല. എന്നിരുന്നാലും കേരള കോൺഗ്രസുകളുടെ കാര്യമാണ്. കേരള കോൺഗ്രസ് എന്ന പാർട്ടിയുടെ ചരിത്രം പരിശോധിച്ചാൽ തന്നെ ഈ കൂറുമാറ്റവും മുന്നണി മാറ്റവും ഒന്നും അത്ര പുത്തരിയല്ല. അതുകൊണ്ട് തന്നെ സമീപ ഭാവിയിൽ അല്ലെങ്കിൽ വിദൂര ഭാവിയിൽ എന്തൊക്കെ സംഭവിക്കുമെന്ന് പ്രഡിക്റ്റ് ചെയ്യുക എന്നത് നമുക്ക് പറയാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെയാണ് ഇത് വലിയ ചർച്ചയാകുന്നത്. തീർച്ചയായും ടോബി ജോൺസണാണ് കോട്ടയത്ത് നിന്ന് ഉയർന്നത്. ഇനി ബൽറാമിലേക്ക് ഒരിക്കൽ കൂടി. ബൽറാം, ഈ വാർത്തകളെ അല്ലെങ്കിൽ പ്രചരിച്ച റിപ്പോർട്ടുകളെ എല്ലാം തള്ളിക്കളയുമ്പോൾ പോലും സംഘടനാപരമായി കേരള കോൺഗ്രസ് ശക്തി പ്രാപിച്ചു. അതുകൊണ്ടാവാം ഈ മുന്നണികൾ ഒരുപക്ഷെ തങ്ങളെ കൂടെ കൂട്ടാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെ ആരെങ്കിലും വെള്ളം വെച്ചിട്ടുണ്ടെങ്കിൽ വാങ്ങി വെച്ചോളാൻ പറയുമ്പോൾ പോലും തങ്ങളുടെ ശക്തി അറിയിക്കുക, അല്ലെങ്കിൽ തങ്ങൾ സംഘടനാപരമായി ശക്തരായി, അല്ലെങ്കിൽ തങ്ങളൊരു സമ്മർദ്ദ ശക്തിയാണ് എന്ന് സൂചിപ്പിക്കുക എന്നത് ഈ കേരള കോൺഗ്രസ് നേതാക്കളുടെ മനസ്സിലുണ്ടോ? ഗോകുൽ അധികം വ്യക്തമാക്കിയത് ഇത് തന്നെയാണ്. പാർട്ടി വളരെ ശക്തമായ അടിത്തറയുള്ള ഒരു പാർട്ടിയാണ് കേരള കോൺഗ്രസ് എം എന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള അഭ്യൂഹങ്ങൾ പരക്കുന്നത്. UDFോ BJPയോ എല്ലാം തന്നെ അവർ ക്ഷണിക്കാനുള്ള കാരണവും അതുതന്നെയാണ് എന്ന് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നു. എന്നാൽ ഇത്തരത്തിൽ യാതൊരു ചിന്തയും നിലവിൽ കേരള കോൺഗ്രസ് എമ്മിൻ്റെ ഭാഗത്തു നിന്നുമില്ല. യാതൊരു തരത്തിലുള്ള ചർച്ചകളും മറ്റ് പാർട്ടികളോ UDFോ ആയി നടത്തിയിട്ടില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. വന്നത് പൂർണ്ണമായി
കൃത്യമായും തള്ളുന്നു. അത് വ്യാജ വാർത്തകളാണ്. ഇത്തരത്തിൽ രാഷ്ട്രീയ വാർത്തകൾ വരുന്ന ഘട്ടത്തിൽ അത് ഏത് തരത്തിൽ ആരിൽ നിന്നാണ് ഏത് ഭാഗത്തു നിന്നാണ് ഇത്തരത്തിലുള്ള ഒരു റിപ്പോർട്ടുകൾ പുറത്തു വന്നത് എന്ന തരത്തിലുള്ള വിശദീകരണങ്ങൾ ഉണ്ടാകാറുണ്ട്. എന്നാൽ ഇത് എവിടെ നിന്ന് ആര് എന്ത് എന്ന് ഒന്നുമില്ലാത്ത കേരള കോൺഗ്രസ് UDF-ഉമായി ചർച്ച നടത്തി എന്ന വാർത്ത പുറത്തു വന്നിരിക്കുന്നത് ഇത് പൂർണ്ണമായും അടിസ്ഥാനരഹിതമായ ഒരു വാർത്തയാണ്. അത്തരത്തിൽ യാതൊരു ചർച്ചയും നടത്തിയിട്ടില്ല. കൂടാതെ നിലവിലുള്ള വ്യവസ്ഥയിൽ LDF-നോടൊപ്പം പൂർണ്ണ തൃപ്തി തങ്ങൾക്കുണ്ട് എന്നുമാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. UDF-ൽ നിന്നും തങ്ങൾ ഇറങ്ങിപ്പോന്നതല്ല, മറിച്ച് UDF തന്നെ ഔദ്യോഗികമായി പുറത്താക്കുകയായിരുന്നു. ഇതിനെ തുടർന്നാണ് പിന്നീടുണ്ടായ സാഹചര്യത്തിൽ LDF-നോടൊപ്പം ചേരുന്ന സാഹചര്യം ഉണ്ടായത് എന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. പാർട്ടി അടിത്തറ ശക്തമായ ഒരു പാർട്ടി ആയതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള അഭ്യൂഹങ്ങൾ, ഇത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നതും മറ്റു പാർട്ടികൾ, മറ്റ് മുന്നണികൾ തങ്ങളെ ക്ഷണിക്കുന്നത് എന്നുമാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. ശരി, ഗൂഗിൾ ബൽറാം നെടുങ്ങാടിയും ടോബി ജോൺസണുമാണ് വിവരങ്ങൾ നൽകിയത്. ഏതായാലും LDF വിട്ട് UDF-ലേക്കില്ല ഈ ഘട്ടത്തിൽ എന്ന് ഉറപ്പിച്ചു പറയുന്നു കേരള കോൺഗ്രസ് എം ചെയർമാനായ ജോസ് കെ മാണി. തിരികെ എത്താം ചെറിയ ഇടവേളയ്ക്ക് ശേഷം.